കോശം. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്. കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്. കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം റോബർട്ട് ഹുക്കിൻ്റെ മൈക്രോഗ്രാഫിയ. കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം റോബർട്ട് ഹുക്കിൻ്റെ മൈക്രോഗ്രാഫിയ. കോശത്തിൻ്റെ ആവരണം കോശസ്തരം. കോശത്തിൻ്റെ ആവരണം കോശസ്തരം. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻ്റോൺ ലീവൻഹുക്ക്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻ്റോൺ ലീവൻഹുക്ക്. കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ബ്രൗൺ. കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ബ്രൗൺ. ഒരു ജന്തുകോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം കോശസ്തരം. ഒരു ജന്തുകോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം കോശസ്തരം. ഒരു സസ്യകോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം കോശഭിത്തി. ഒരു സസ്യകോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം കോശഭിത്തി. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തു സെല്ലുലോസ്. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തു സെല്ലുലോസ്. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യപദാർത്ഥം കോശദ്രവ്യം. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യപദാർത്ഥം കോശദ്രവ്യം. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ജീവദ്രവ്യത്തിനുള്ളിലെ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം സൈറ്റോപ്ലാസം. ജീവദ്രവ്യത്തിനുള്ളിലെ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം സൈറ്റോപ്ലാസം. ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ട. ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ട. ഏറ്റവും ചെറിയ കോശം മൈക്രോപ്ലാസ്മ. ഏറ്റവും ചെറിയ കോശം മൈക്രോപ്ലാസ്മ. താങ്ക് യു.